കാർഷിക വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം കാപ്പി മേഖലയ്ക്ക് വെല്ലുവിളിയാകുന്നു. മഴക്കുറവ് ഇത്തവണത്തെ വിളവിൽ പ്രതിഫലിക്കുമെന്ന് വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇത്തവണ കാപ്പി ഉൽപ്പാദനം കുറയുമെന്ന ആശങ്ക. കാപ്പിച്ചെടികളിൽ കായ് പിടിച്ച ശേഷം യഥാസമയം മഴ ലഭിക്കാത്തതാണ് ഇതിന് കാരണം. ചൂട് കൂടുകയും മഴ കുറയുകയും ചെയ്തതോടെ അറബിക്ക കാപ്പി കൃഷിയിലാണ് കൂടുതൽ ആഘാതം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ മൊത്തം കാപ്പി ഉൽപ്പാദനത്തിൽ 75% റോബസ്റ്റ കാപ്പിയിൽ നിന്നാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽ മഴ ശക്തമായി ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. ശക്തമായ ചൂട് കൃഷിയെ ബാധിച്ചു. ജൂൺ ആദ്യവാരം ലഭിക്കേണ്ട മഴയും ഇത്തവണ പെയ്തിട്ടില്ല. ഇൻസ്റ്റന്റ് കാപ്പിക്ക് ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത വർഷം ആഭ്യന്തര വിപണിയിലെ ഉപയോഗം കൂടുതൽ ഉയരുമെന്നാണ് പ്രതീക്ഷ. എന്നിരിക്കെ ഉൽപ്പാദനം കുറയുന്നത് വില വർധനവിന് കാരണമാകും. കേരളത്തിൽ കൂടുതൽ കാപ്പി കൃഷിയുള്ളത് വയനാട്ടിലാണ്. ജില്ലയിലുണ്ടായ മഴക്കുറവ് കാപ്പി കൃഷിക്കാർക്ക് വൻ തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ തേയില മേഖലയ്ക്ക് പുതിയ കരുത്തുമായി ടീ ബോർഡ് ഇന്ത്യ. കുർസിയോങ്ങിലെ ഡാർജിലിംഗ് ടീ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ടീ ടേസ്റ്റിംഗ് പരിശീലന കോഴ്സുകൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ തേയിലയുടെ ഗുണനിലവാരം ഉയർത്തുക, മൂല്യവർദ്ധനവും ബ്രാൻഡിംഗും പ്രോത്സാഹിപ്പിക്കുക, ആഗോള വിപണിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ പരിശീലന പരിപാടി ആരംഭിച്ചത്. തേയിലയുടെ രുചി, സുഗന്ധം, ഗുണമേന്മ എന്നിവ വിലയിരുത്തുന്നതിൽ വിദഗ്ധരായ പ്രൊഫഷണലുകളുടെ ഒരു നിര സൃഷ്ടിക്കാനാണ് കോഴ്സിലൂടെ ലക്ഷ്യമിടുന്നത്. യുവാക്കൾക്കിടയിൽ തേയില സാക്ഷരത വളർത്തുന്നതിനും വ്യവസായ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പദ്ധതി സഹായകരമാകും. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് അംഗീകരിച്ച അഗ്രികൾച്ചറൽ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് കോഴ്സുകൾ വികസിപ്പിച്ചിരിക്കുന്നത്. നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും വ്യവസായബന്ധിത പരിശീലനത്തിനും പ്രാധാന്യം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുമായി യോജിച്ചാണ് ഈ സംരംഭം മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾക്ക് നിയമപരമായ പിന്തുണ വേണമെന്നാവശ്യപ്പെട്ട് വിത്ത് വ്യവസായ രംഗം. ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്താൻ പുതിയ സീഡ് ബില്ലിൽ വ്യക്തമായ വ്യവസ്ഥകൾ വേണമെന്നാണ് ആവശ്യം. ഇന്ത്യൻ കാർഷിക രംഗത്ത് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് നിയമപരമായ അംഗീകാരം നൽകണമെന്ന് വിത്ത് വ്യവസായം ആവശ്യപ്പെട്ടു. പുതിയ സീഡ് ബില്ലിൽ ജീൻ എഡിറ്റിംഗ് വഴി വികസിപ്പിക്കുന്ന വിളകൾക്ക് വ്യക്തമായ ചട്ടക്കൂട് വേണമെന്നാണ് ആവശ്യം. വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കുന്ന ഇനങ്ങൾ വികസിപ്പിക്കാനും ജീൻ എഡിറ്റിംഗ് സഹായിക്കുമെന്നാണ് വ്യവസായത്തിന്റെ വാദം. എന്നാൽ കർഷകരുടെ അവകാശങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണവും ഉറപ്പാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വിത്തുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക, വ്യാജ വിത്തുകൾ തടയുക, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയാണ് പുതിയ വിത്ത് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ജീൻ എഡിറ്റിംഗ് വിളകൾക്ക് കൂടുതൽ വ്യക്തമായ നിയമപരമായ പിന്തുണ ലഭിക്കുമോ എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.